ഇന്നലെ വൈകുന്നേരം തീർത്ഥവാദ മണ്ഡപത്തില് ഭഗവത്ഗീതയുടെ പ്രധാനപ്പെട്ട 100 ശ്ലോക ഭാഗങ്ങൾ, 100 ശ്ലോകങ്ങളല്ല, ശ്ലോക ഭാഗങ്ങൾ സൂത്രവാക്യം പോലെ വിവരിക്കാൻ എല്ലാ മാസവും തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ തീർത്ഥവാദ മണ്ഡപത്തിലെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സാധിച്ചു. ഇപ്പോഴും ഇപ്പൊ പറയാറുള്ളത് പോലെ അസാധാരണമായ റെസ്പോൺസ്. തികച്ചും പുതിയ വ്യക്തികൾ അവര് വന്നിട്ട് ഇരുന്ന ആ രീതി നോക്കിയാൽ നമ്മുടെ പൈതൃകം പഠിക്കണമെന്ന അത്യഗാധമായിട്ടുള്ള താല്പര്യം എല്ലാ വിഭാഗക്കാരും. ഏകദേശം 1.5 മണിക്കൂർ, അതിൽ 5 മിനിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പുതിയ പരിപാടികൾ, സാധിക്കുമെങ്കിൽ മെട്രോ ശ്രീധരൻജിയെ കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ 2ാമത്തെ ബ്ലോക്കിന്റെ തറക്കല്ലിടിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു. 3 കോടി രൂപയുടെ പ്രോജക്റ്റാണ് അത്. അടുത്ത ആഴ്ച അതിന്റെ തറക്കല്ലിടൽ നടക്കുന്നു പറഞ്ഞു. ധാരാളം വ്യക്തികൾ ഇന്നലെ അത്യപൂർവമായിട്ട് നല്ല ഡ്രസ്സുകൾ സംഭാവന ചെയ്തു വയനാട്ടിലേക്ക് എത്തിക്കാൻ. ധാരാളം വ്യക്തികൾ ഡേറ്റ് കഴിയാത്ത മരുന്നുകൾ കൊണ്ടുവന്നിരുന്നു. അത് ഇന്നലത്തെ ഒരു അപൂർവമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും കൊണ്ടുവരാറുണ്ട്. ഇന്നലെ വളരെയധികം ഡ്രസ്സുകൾ, പാക്കറ്റ് കണക്കിന് ഡ്രസ്സുകൾ കൊണ്ടുവന്നിരുന്നു. പാക്കറ്റ് കണക്കിന് മരുന്നുകൾ കൊണ്ടുവന്നിരുന്നു പാവങ്ങൾക്ക് എത്തിക്കാനായിട്ട്. നമ്മുടെ ഉദയഭാരതം കലണ്ടർ 1,250 കലണ്ടർ ഒരൊറ്റ ദിവസം, ഒറ്റ നേരം അവിടെ ചെലവായിരുന്നു. വേദം പഠിക്കാനുള്ള സീഡികൾ, വേദത്തിന്റെ സീഡികൾ, ഇത് കൂടാതെ കറക്റ്റ് 6 to 7, 22 വരെ ഈ ഭഗവത്ഗീതയുടെ 100 ശ്ലോകങ്ങളില്, ശ്ലോകഭാഗങ്ങളില് 8 ശ്ലോകങ്ങളാണ് ഇന്നലെ വിവരിച്ചുള്ളൂ. 8 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്, 8 ശ്ലോകഭാഗങ്ങൾ. ഞാനിത് പറയാൻ കാരണം, പല പ്രഭാഷണങ്ങളിലെയും അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ കാരണം, പണ്ട് നമുക്ക് നമ്മുടെ പൈതൃകം അറിഞ്ഞുകൂടായിരുന്നു. ആ പൈതൃകം നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതും അറിഞ്ഞുകൂടായിരുന്നു. പൈതൃകം അറിഞ്ഞുകൂടാ എന്നുള്ളതും അറിഞ്ഞുകൂടാ. ഇപ്പൊ 2 കാര്യമാണ്. നമുക്ക് നമ്മുടെ പൈതൃകം ഹിന്ദു ധർമ്മം, വർഗീയതയാണെങ്കിൽ വർഗീയത, ആ ഹിന്ദു ധർമ്മം നമുക്ക് അറിഞ്ഞുകൂടാ. അതിനോട് പുച്ഛമായിരുന്നു കുറെ പേർക്ക്. അതിന് വലിയ മൂല്യമൊന്നും കൽപ്പിക്കാത്ത ഒരു തലമുറയുണ്ടായിരുന്നു. അതിനോട് ബഹുമാനമില്ലാത്ത ഹിന്ദുക്കൾ ധാരാളം ഉണ്ടായിരുന്നു. ഇന്ന് അടിമുടി മാറി. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. ഹിന്ദുക്കൾക്കറിയാം, ക്രിസ്ത്യാനികൾക്കറിയാം, കുറെ മുസ്ലിങ്ങൾക്കറിയാം. അറിയണം എന്നുള്ളതും ഇപ്പൊ അറിയാം. അതാണ് ഏറ്റവും ഗംഭീരം. ഇത്ര ഗംഭീരമായിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്ന വരിയുടെ അർത്ഥം, ഇന്നലെ ടെക്നോ പാർക്കിൽ നിന്ന് കുറെ പേര് വന്നിരുന്നു. അവര് പറഞ്ഞു, നിങ്ങളുടെ ആചാരങ്ങൾ എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം കൊടുത്തു, സാറേ ധർമ്മശാസ്ത്രത്തിലാണെന്ന്. ആ ഉത്തരം കിട്ടിയവന്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടിയിരുന്നു. അവൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഞങ്ങളുടെ ആചാരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വെറുതെ അമ്മയും അച്ഛനും ബാക്കിയുള്ളവരും പറയുന്നത് കണ്ണുടച്ചിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയല്ല, ധർമ്മശാസ്ത്രത്തിൽ അതുണ്ട്. അടിവരയിട്ട് ധർമ്മശാസ്ത്രം അന്വേഷിക്കാൻ ഓരോരുത്തരും തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ കുറേയധികം ധർമ്മശാസ്ത്ര പുസ്തകങ്ങൾ നമ്മുടേത് പോയി. ഞാൻ എഴുതിയ ധർമ്മശാസ്ത്ര പുസ്തകം ഞാൻ എഴുതിയതല്ല, ഞാൻ വിവർത്തനം ചെയ്തത്. അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിയണമെന്നൊരാഗ്രഹം, ഇതല്ലേ മാറ്റം. അതിന് ആരോടാ നന്ദി പറയേണ്ടത്? എനിക്ക് ഉറപ്പാണ് നന്ദി ഏറ്റവും കൂടുതൽ പറയേണ്ടത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോടാണ്. അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഈ ധർമ്മത്തെ ഇല്ലാതെയാക്കാൻ വ്യാമോഹിച്ച മനുഷ്യൻ ചെയ്തു കൂട്ടിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ളവരും പാർട്ടികളും ചെയ്തു കൂട്ടിയ ആ കർമ്മത്തിന്റെ പരിണത ഫലം ഫീനിക്സ് പക്ഷിയെപ്പോലെ അഗ്നിയിൽ നിന്നുയരുന്ന ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വം എനിക്കാന്ന് കൊല്ലത്ത് കാണാൻ സാധിച്ചു. ഇന്നലെ തീർത്ഥവാദ മണ്ഡപത്തില് ഇന്നലെ കുറെ അധികം വ്യക്തികൾ എന്നെ വിളിച്ചവരോ ആരും ഹിന്ദുക്കളല്ല. സാറേ, ദ ആർട്ട് ഓഫ് ഗിവിംഗ് ത്യാഗേനൈകേ അമൃതത്വമാനശു എന്ന് കൈവല്യോപനിഷത്തിൽ പറയുന്ന പോലെ
യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗസമാചര. യജ്ഞഭാവത്തിൽ നീ സമർപ്പിക്കൂ എല്ലാം. നിനക്ക് പേരും പ്രസിദ്ധിക്കും പൊന്നാടയ്ക്കും കിരീടത്തിനും സർട്ടിഫിക്കറ്റിനും അവാർഡിനും വേണ്ടിയല്ല. യജ്ഞാർത്ഥ ത്യാഗഭാവത്തിൽ, യജ്ഞഭാവത്തിൽ. കർമ്മണ അന്യത്ര ലോകോയം കർമ്മബന്ധന, അതല്ലാതെ ചെയ്താൽ ബോണ്ടേജ് ഉണ്ടാവും. തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗസമാചര. അതുകൊണ്ട് അർജുന ബോണ്ടേജ് ഇല്ലാതെ പ്രവർത്തിക്കൂ എന്ന് പറയുന്നതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് റോട്ടറി ക്ലബിന്റെ മേജർ പ്രോഗ്രാം ആലപ്പുഴ 2-ാം തീയതി നടക്കുന്നത്, അടുത്ത 2-ാം തീയതി നടക്കുന്നതിൽ സാറേ ആർട്ട് ഓഫ് ഗിവിങ് എന്നുള്ള ഒരു പ്രഭാഷണം സാറ് നടത്തണം. സാർ ആദ്യം വരാൻ ബുദ്ധിമുട്ടാണ്, ഒരു പ്രോഗ്രാമിന് ആലപ്പുഴ വരെ വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷം വിവരണാതീതാണ്. എനിക്ക് അത് കേട്ടപ്പോഴത്തേക്കും ഈ ജന്മം സഫലമായ മാതിരിയാണ് തോന്നിയത്. റോട്ടറി ക്ലബിൽ ആർട്ട് ഓഫ് ഗിവിങ്, ലിവിങ് അല്ല, ആർട്ട് ഓഫ് ഗിവിങ്. ത്യാഗേനൈകേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, യ പരേഷാമുപകാരായ ജീവതി സ ഏവ ജീവതി. അതായത് സ്വമനസാലെ ദാനം കുര്യാത്. ദാനം ചെയ്യേണ്ടത് അപാത്രദാനം പാടില്ല, സപാത്രദാനം, നല്ല ദാനം ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്ത് ഗിവിങ് ആണ്? ആർട്ട് മെറ്റീരിയലാണോ ചിന്തയാണോ? സാറ് അതൊന്നും ഞാൻ അറിഞ്ഞൂടാ, സാറിന് അതറിയാം, എന്താ വേണിച്ച ചെയ്തോളും. ഇങ്ങനെയുള്ള ചില ഇൻവിറ്റേഷനുകളും ഇതൊക്കെ കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ധന്യത, ഈ ജന്മം സഫലമായി എന്ന് തോന്നുന്നു. അത് ഇന്നലെ തീർത്ഥവാദ മണ്ഡപത്തിൽ കാണാൻ സാധിച്ചത്. നിങ്ങളോട് പറയാൻ കാരണമുണ്ട്. ഞാൻ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാര് ഈ തമിഴ്നാട്ടില് ചിദംബരത്തും അവിടെ ഇവിടെയൊക്കെ അവിടുത്തെ ഈ ഗജ കൊടുങ്കാറ്റ് വന്ന് നശിപ്പിച്ചതിന് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ട്രാൻസ്ഫോമറും ഇലക്ട്രിക് പോസ്റ്റും എല്ലാം ഇടുന്നതിനെ കുറിച്ചൊരു വാർത്ത കൊടുത്തിരുന്നു. അതിൻ്റെ ചുവട്ടിൽ കുറേ പേര് കമൻ്റ് ഇട്ടത് എങ്ങനെയാ അറിയോ? ഓ, ഇത്രയും നെഗറ്റീവ് വാർത്തകൾക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് വാർത്ത കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാര് ത്യാഗം സഹിച്ച് തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റടിച്ച് ദിവസങ്ങളോളം ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന സ്ഥലത്ത്, ഇലക്ട്രിസിറ്റി മുടങ്ങിയ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി കൊടുക്കാനായിട്ട് പ്രവർത്തിച്ചതിൻ്റെ വാർത്ത പത്രത്തിൽ വന്നത് ഞാൻ വായിച്ചു. അതിനവർ ഇത്രയും കാലം നെഗറ്റീവുകൾ കേട്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേട്ടു, അതാണ് നെഗറ്റീവുകൾ കേട്ടത്. അതിൻ്റെ കൂട്ടത്തിലൊരു പോസിറ്റീവ് കേട്ടപ്പോൾ എന്തൊരു ആശ്വാസമാണെന്നാണ് പറയുന്നത്. അത് തന്നെ അങ്ങനെ പോസിറ്റീവുകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരു ഗോപാലകൃഷ്ണനെ പ്രൊജക്റ്റ് ചെയ്യാനല്ല, അങ്ങനെ ധരിക്കല്ലേ. തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ചുകൊണ്ട് പോകുന്ന വ്യക്തി തന്നെയാണ് അന്നും ഇന്നും എന്നും അവസാന ശ്വാസം വരെയും എന്ന് കൂടി പറയുന്നു. പ്രണാമം, നമസ്കാരം.